Hi friends, ഞാൻ ജംഷീർ. ജംഷീർ വീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവണ്ണൂർ AK മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ ചാനൽ ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിച്ചങ്ങ് പൊളിച്ച് കളയുക. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫോളോവേഴ്സ് ഇപ്പം നിലവിൽ കുറവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ആശിറാണ്. അതെ, സുഖല്ലേ? അടിപൊളി. നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മുടെ കോഴിക്കോട് മീഞ്ചന്ത ബൈപ്പാസ് എന്ന് പറയും, മാങ്കാവ് അടുത്താണ്. യെസ്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ നമുക്കിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ മലപ്പുറത്ത് ബസ് കയറി കഴിഞ്ഞാൽ മീഞ്ചന്ത ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരം. ഓക്കെ. കോഴിക്കോട് നിന്ന് വരുന്ന ടീമാണെങ്കിൽ മാങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളെ മീഞ്ചന്തയിലേക്ക് പോകുന്ന റോഡ്. യെസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ ഇവരെ കാറ്റലോഗും അതുപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചിരുന്നതാണ്. അതെ അതെ. പക്ഷെ നമുക്കിന്ന് ഫസ്റ്റ് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ക്ലിക്കും ചെയ്തിട്ട് വന്നാലോ? അതെ അതെ അതെ, ചെറിയ പൈസക്ക് വേണ്ടി. ചെറിയ പൈസക്ക്. അതെ. ഏതാ മോഡല്? ഇത് 2005 മോഡല്. 5. അതെ. പേപ്പർ എത്ര വരെ ഉണ്ട്? 2030 വരെ ഉണ്ട്. 30 വരെ ഉണ്ട്. കിലോമീറ്റർ നോക്കണോ? കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ അതിൽ കാണിക്കുന്നത് 55,000 അങ്ങനത്തെ കാണിക്കുന്നുള്ളൂ. അത് നമ്മൾ ഗ്യാരണ്ടി ഒന്നും പറയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ ഇന്റീരിയലാണ്. സൂപ്പറായി മെയിൻറ്റെയിൻ ചെയ്തു. അതെ, പുള്ളിക്കാരൻ അങ്ങനെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇതിന്റെ ബോഡി ആണെങ്കിലും നല്ല പെയിന്റിങ് പക്കാ കളറ്. പെയിന്റ് അടിച്ചാണോ? അല്ലല്ലോ. അല്ല, നമ്മൾ എന്തായാലും ഇപ്പൊ ഇതിൽ റീപെയിന്റ് ഉണ്ടോ? 2005 മോഡലല്ലേ? അല്ല, അങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. അതെ അതെ. ചില വണ്ടി ഉണ്ട്, ചില ആൾക്കാർ യൂസ് ചെയ്യുന്നതിന്റെ അതിന്റേതാണോ എന്നറിയില്ല. പുള്ളിക്കാരൻ ഫാമിലി ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. നമ്മുടെ അടുത്ത് നിന്ന് ഒരു 8 ഗ്രാൻഡ് എടുത്തപ്പോ അങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണോ? അതെ, AC വർക്കിംഗ് ആണ്. എല്ലാ ഭാഗവും പക്കാ നീറ്റാണ്. അതെ അതെ. എങ്ങനെ ചോദിക്കുന്ന റേറ്റ്? ചോദിക്കാനൊന്നുമില്ല, നമുക്ക് ഒരു 55 രൂപ കൊടുക്കാം. 55,000 റുപ്യ. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല അല്ലേ? അതെ. AC വർക്കിംഗ് ഉള്ള ഒരു 800 ടാറ്റ ഹാരിയർ. അതെ. ഏതാ മോഡല്? 2020 മോഡല്. 20. അതെ. ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടോ? പക്ക ഹിസ്റ്ററിയാണ്. പിന്നെ 1.35 ഓടിക്കിന് കമ്പനി സർവീസ് ആണ്. പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ടാവും. പിന്നെ ഇത് എടുക്കുന്നവർക്ക് ഫുള്ള് ലോണും കൊടുക്കാം. ഫുൾ ലോണ് ഒരു 50,000 രൂപ എക്സ്ട്രീം കൊടുക്കാൻ. അയ്യവാ, ഈ വണ്ടി എടുക്കുമ്പോൾ 50,000 രൂപ തിരിച്ചു കയ്യിലും. ഒരു മാസത്തേക്ക് വണ്ടി, ഒരു മാസം അല്ല, 2-6 മാസം വണ്ടി ഓടിക്കാനുള്ള പൈസ, EMI അടിക്കാനുള്ള പൈസ ഇവർക്ക് കിട്ടും. ഇത് ഫൈനൽ എത്ര കൊടുക്കുന്നത്? ഫൈനൽ കസ്റ്റമർക്ക് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം റേറ്റ് പറഞ്ഞോ? 10,45. 10,45,000. ആ 10,45,000 ലോണും കിട്ടും. അതിന്റെ മേലെ പ്ലസ് 50,000. 11 ലക്ഷം കൈ കിട്ടും. അതെ അതെ. പക്കാ നീറ്റ് വണ്ടി, പക്കാ ക്ലീൻ വണ്ടി. ഒന്നും നോക്കാല്ല, എടുക്കുക ഓടിക്കല്ലേ. അടുത്ത വണ്ടി ഒരു കിയ. ഏതാ മോഡൽ? 2021 മോഡൽ കിയ സെൽറ്റോസ്. അതെ. ഡീസൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? 26,000 കിലോമീറ്റർ. 26 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട്. പക്ക ഹിസ്റ്ററിയാ. ആക്സിഡന്റ് അങ്ങനത്തെ ഉണ്ടോ? മേജർ ഒന്നുമില്ല. ഒരു കമ്പനിയിൽ നിന്ന് ഒരു പമ്പറും ഗ്രില്ലും മാറിക്കുന്നു. പമ്പറും ഗ്രില്ലും മാറി. ഓക്കെ. അപ്പൊ പമ്പറും ഗ്രില്ലും മാറുണ്ട്. അപ്പൊ നമ്മൾ മെൻഷൻ ചെയ്ത് തന്നെ അങ്ങനെ താല്പര്യമുള്ളവർ എടുത്താൽ മതിയല്ലോ. അതെ അതെ അതെ. എത്ര ചോദിക്കുന്ന റേറ്റ്? ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 9,25,000 രൂപ. 9,25,000. അതെ അതെ. ലോൺ എത്ര വരെ കയറും? ഇത് നമുക്ക് പിന്നെ 9 ലക്ഷം വരെ ലോണും കയറ്റി കൊടുക്കാം. ഇപ്പൊ 20,000 രൂപ വണ്ടി ഇറക്കിക്കൊണ്ടോ? വണ്ടി കൊണ്ടോ. ഇപ്പൊ പക്ക നീറ്റാണ്. ടയറൊക്കെ ഒരു 50% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. ഒന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാല്ല. അടുത്ത വണ്ടി? അടുത്തത് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. എല്ലാം ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ. അതെ. ഇപ്പൊ ഇന്ന് ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി വേണ്ട കുറേ ആൾക്കാരെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള സ്വിഫ്റ്റ് ഉണ്ട്, കിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടി ഉണ്ട്. ഇതേതാ മോഡല്? ഇത് 2018 മോഡല്. 2018. കിലോമീറ്റർ പിന്നെ 1,00,000 ചോട ഓടിക്കും. 1 ചോടേ ഉള്ളൂ. അതെ അതെ. ആക്സിഡന്റ് റീപ്ലേസ് എന്തുണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി പക്കാണ്. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. റീ വണ്ടിയാണോ? അതെ അതെ, റീ വണ്ടി. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 5 രൂപ കൊടുക്കാം. 5,50,000 രൂപ. എത്ര ലോണ് കയറും? നമുക്ക് 5,50,000 തന്നെ ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ടീമാണെങ്കിൽ. നല്ല പ്രൊഫൈലാണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാം. അതെ അതെ. ഒന്നും നോക്കണ്ട. ഓട്ടോമാറ്റിക് വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ടയർ പോകാൻ കാര്യങ്ങളൊക്കെ. അതെ അതെ. നല്ല ചോന്ന വണ്ടി അല്ലേ? അതെ അതെ, കൊള്ളാം. അടുത്തതൊരു വെന്യൂന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? 2019 മോഡല് SX ഓപ്ഷനാണ് വണ്ടി. ഇത് മാനുവൽ അല്ലേ? മാനുവൽ. പെട്രോൾ. എത്ര ഹിസ്റ്ററി? പക്കയാണ്. ആക്സിഡന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 8,15,000. 8,25,000. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. അതെ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് നല്ല എലിജിബിൾ കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 8 രൂപ അടുത്ത് വരെ നമുക്ക് കൊടുക്കാം.
അപ്പോൾ 25,000 രൂപേൻ്റെ വണ്ടി ഇറക്കി കൊണ്ടുപോകും. ടയർ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗമൊക്കെ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സൺറൂഫും വരുന്നുണ്ട്. ഓപ്ഷനാണ് വണ്ടി. ആഹാ ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ ആരാ? നമുക്ക് ഡസ്റ്റർ കൊടുക്കാം. ഡസ്റ്റർ. അതെ. ഡസ്റ്ററിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2013 മോഡൽ. 2013. അതെ. ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ട് കാണുന്നുണ്ടല്ലോ. ചെറിയ പൊട്ടിട്ട് മാറ്റി കൊടുക്കാം കസ്റ്റമർക്ക്. മാറ്റി കൊടുക്കും. കൊടുക്കാം. ഓണർഷിപ്പ് ഇത് നിലവിൽ 3rd ഓണർഷിപ്പാണ്. 3rd-ലുള്ളത്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. 1,20,000 കിലോമീറ്റർ. അതെ. വണ്ടി എത്ര ലാസ്റ്റ് പ്രൈസ്? ഇത് നമുക്ക് ചോദിക്കുന്ന വില 2,45,000 ആണ്. 2,45,000. അതെ. ഫൈനലാണോ? അല്ലല്ല, നമ്മൾ ചെയ്ത് കൊടുക്കാം. ലോൺ ഇതിന് നമുക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. ഒരു 75,000 രൂപ വണ്ടി ഇറക്കി കൊണ്ടുപോകും. അടുത്ത വീണ്ടും ഒരു ഡസ്റ്ററിലേക്ക് തന്നെ പോലെ. അതെ. ഒരു അലവിലൊക്കെ ഇട്ട നല്ല കിടിലൻ വണ്ടി. ഇത് കൊള്ളാലോ. നല്ല ബ്ലാക്ക് അലവിയൊക്കെ ഇട്ടിട്ട് മൊഞ്ചാക്കിക്കല്ലോ. അത്യാവശ്യം ഒരു മോഡിഫൈ ലുക്കുള്ള വണ്ടിയാണ്. ഇതേ 2015-16 രജിസ്ട്രേഷൻ. അതെ. RXC ആണ് കേട്ടോ വണ്ടി. RXC. അതെ. മൈലേജ് എത്ര ഉണ്ട് ഇത്? പിന്നെ വണ്ടിക്ക് കറക്റ്റ് മൈലേജ് ഒരു 18 കിലോമീറ്റർ ഓൺ റോഡ് കിട്ടും. 18 ഓൺ റോഡ് കിട്ടും. അതെ. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടി? 1,60,000. 1 ലക്ഷം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അതെ. എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 4,60,000. 4,60,000. അതെ. ലാസ്റ്റ് ആണോ? അത് മാന്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ലോണ് 4 ലക്ഷം കയറുമോ? 4 ലക്ഷം ഒരു 3,80,000 ഒക്കെ പ്രതീക്ഷിച്ചോളൂ. 4 ലക്ഷം കിട്ടുന്ന അതന്നെ കിട്ടിയില്ലെങ്കിലോ? അല്ല, അത് സിവിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഏതൊരു കസ്റ്റമർ 3.5 ലോൺ കയറൂലേ? 3.5 എന്തായാലും കൺഫേം. ബാക്കി കണ്ട വണ്ടി ഇറക്കാം. ബാക്കി ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കണം. ടയറും കാര്യങ്ങളൊന്നും നോക്കണ്ട. 4 ടയർ വിലയൊക്കെ പക്ക വൃത്തിയുള്ള വണ്ടിയാണ്. അടുത്തൊരു ക്രിസ്റ്റ ഓണല്ലേ? അടുത്തൊരു ക്രിസ്റ്റ, ഒരു മുന്തിരി കളർ. മുന്തിരി കളറല്ലത്? അതെ, പക്ക മുന്തിരി കളർ തന്നെ. ഓണർഷിപ്പ് ഇത് 2017 മോഡൽ. 17 വണ്ടിയാണ്. അതെ, 17 മോഡൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 2,23,000. ജെന്യൂനാ? പക്ക. ലാസ്റ്റ് ഇപ്പൊ സർവീസ് റീസെന്റ് ചെയ്തത് 2,13,000 കിലോമീറ്ററിൽ. 2,13,000 ലാസ്റ്റ് സർവീസ് ചെയ്താണ്. ഇപ്പൊ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതെ, പക്ക ഹിസ്റ്ററിൽ. ഇത് കേരള അല്ലേ? അത് കേരള. ഇപ്പം കേരള ആണ്. ആദ്യം പുറത്തേന്. ഓക്കെ. ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 12 രൂപ. 12 ലക്ഷം. 12 ലക്ഷം. അതെ. ഇത് നമ്മളെ വീഡിയോ ഇടുന്ന കസ്റ്റമർക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർ, അതായത് ഓഫീസിൽ വന്ന് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ 11,500 രൂപ വണ്ടി കൊടുക്കാം. ഇത് പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ 11,500 കൊടുക്കാം. 11,50,000 കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റാണ്. ടയർ ഫുൾ ഉണ്ട് അല്ലേ? അതെ. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഒന്നുമില്ല. അതെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് 11,50,000 രൂപയ്ക്ക് ഇത് തരും. ഏത് വീഡിയോ കണ്ട് പ്രൂഫ് കൊടുക്കണം കേട്ടോ. അതെ. അപ്പോൾ അടുത്ത വണ്ടി ഏതാ? സ്വിഫ്റ്റ് അല്ല, അടുത്തത് ഇന്നോവ. സ്വിഫ്റ്റിലേക്ക് പെട്ടെന്ന് കണ്ണോടി. ഏതാ മോഡല്? ഇത് 2011 മോഡൽ. 11. അതെ. ഓണർഷിപ്പ് 3rd. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 2,20,000. 2,20,000. അതെ. ഇപ്പോൾ ഹിസ്റ്ററി ചോദിക്കണ്ടല്ലേ? നമുക്ക് ഹിസ്റ്ററി ഇല്ല. ഹിസ്റ്ററി ഇല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. പിന്നെ ഓൾറെഡി 2011 ആണ്. അപ്പൊ നമ്മൾ വെറുതെ കസ്റ്റമറോട് ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് ചെയ്താൽ പോരെ. അത് ഒരു നോക്കി ചെക്ക് ചെയ്തെടുക്കാം. എത്ര ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ? ഇത് നമ്മൾ 4,500,000 രൂപ കൊടുക്കാം. 4,50,000 രൂപ കുറയോ? നമുക്ക് പിന്നെ ഞാൻ ഫൈനൽ അങ്ങോട്ട് പറഞ്ഞു വണ്ടി. അത് കസ്റ്റമർ ഉണ്ട്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ ലെതർ സീറ്റ് കവർ ആണ്. സീറ്റ് കവർ അടിച്ച് സെറ്റ് ആക്കി. ലെതർ സീറ്റ് കവർ ആണ്. പിന്നെ LCD ടച്ച് വിത്ത് റിവേഴ്സ് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ഓക്കെ, എല്ലാ ഭാഗമുണ്ട്. വീണ്ടും ഒരു ഇന്നോവ തന്നെ. അതെ, ഇന്നോവന്റെ ഒരു കളിയാണ്. ചാകരൻ ഉണ്ട്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ ചെയ്യുന്നത്? ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ. അതെ. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് വരുന്നത് തേർഡ്. കിലോമീറ്റർ 2,70,000 കിലോമീറ്റർ. 2,70,000 കിലോമീറ്റർ. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് പിന്നെ 7,60,000 രൂപ കൊടുക്കാം. 7,60,000 ലോൺ കയറുമോ? ലോൺ കയറും. 7 ലക്ഷം രൂപ ലോൺ കയറും. നല്ല ട്രാക്കുള്ള അടിയുമാണെങ്കിൽ. ഒരു 60 റുപ്യന്റെ ഇന്നോവ എടുത്ത് പറയാം. 10-60 റുപ്യന്റെ ഇന്നോവ വരലായി. യെസ്. ഫുൾ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗവും പക്കാണ്. പിന്നെ G4 ആണ്. G4 തന്നെ ഇപ്പൊ അന്നത്തെ മോഡൽ സെറ്റിന്റെ അലോയിലൊക്കെ ഉണ്ട്. ടയറും ഫുള്ളും ഉണ്ട്. ടയർ പുതിയ ടയർ തന്നെയാണ്. അതെ. ബോഡി ക്വാളിറ്റിയും വലിയൊരു കുഴപ്പങ്ങളോ പറയാനോ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ എന്തായാലും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ അല്ലേ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. റീപ്ലേസ് ആണോ? അതെ, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് അല്ലല്ല, ഫ്രണ്ട് ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. ഓൾറെഡി ഈ അതർ സ്റ്റേറ്റ് വണ്ടിക്ക് നമ്മളിൽ വരുന്ന
ഒരു 80% വണ്ടിക്ക് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും. ചിലപ്പോൾ ചൂടുകൊണ്ട് ചൂടുകൊണ്ട് കല്ലടിച്ച് പൊട്ടുന്നതാണ് മെയിൻ. നമ്മൾ പുറത്ത് പോയി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ നമ്മൾ മാറിക്കൊണ്ടുവന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ടാക്സിമിലേക്ക് പോയാലോ. ഇന്നോവ എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2014 മോഡൽ ടാക്സി ഇന്നോവ. 2014 ഓണർഷിപ്പോ? ഇത് തേർഡ് ഓണർഷിപ്പ് തന്നെ. ഇത് എത്ര ഓടിയുണ്ട് ടാക്സി ആണ് കൊണ്ടുപോയിരിക്കുന്നത്? ഇത് കറക്റ്റ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇത് പ്രൈവറ്റ് ആയിരുന്നു വണ്ടി. ഓക്കെ, ഇപ്പൊ നമ്മളെ കസ്റ്റമറെ ഓരോരുത്തർ വരുന്ന എൻക്വയറി നടക്കുന്നതനുസരിച്ച് അപ്പോൾ കസ്റ്റമർക്ക് ചിലർക്ക് ടാക്സി വേണം, ചിലർക്ക് പ്രൈവറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിലവിൽ കറക്റ്റ് പക്ക സർവീസ് ഉള്ള വണ്ടിയാണ്. ആണ്. അതെ, ഇതൊക്കെ ലാസ്റ്റ് ഇത് ഓണർഷിപ്പ് തേർഡ് തന്നെയായിരുന്നു. തേർഡാണ്. അതെ. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 7,50,000 രൂപ കൊടുക്കുക. ഫൈനല്ല അല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കൊടുക്കാം. ഒരു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫുൾ ടാങ്ക് ഡീസൽ നമുക്ക് പിന്നെ വിലയിൽ ഓരോ മാർഗം ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്കാണ്. അപ്സൈസ് ടയറുമാണ്, അപ്സൈസ് അലൈവ് പുറത്തേക്ക് ചെയ്തല്ലേ? അതെ. ഇന്റീരിയലും കുഴപ്പമില്ല. ഗ്ലാസിനൊരു പൊട്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിലവിൽ റീപ്ലേസ് ഒന്നും ഇല്ല. ഇതാണ് കണ്ടീഷൻ. നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ റീപ്ലേസ് ആവും. അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ആ പൈസ കുറച്ചിട്ട് അങ്ങനെ ഉണ്ടോ? അടുത്താരാ? അടുത്തതൊരു 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ബി ഇന്നോവ. ബി. അതെ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ. പിന്നെ ഓടിയതിനെ കൊണ്ട് പ്രശ്നമല്ലല്ലോ. ഇതൊക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടികൾ നമ്മൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി എന്ന് പറഞ്ഞിട്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയുള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ചോദിക്കുന്ന വില 7,00,000 രൂപ. 7,50,000 രൂപ. അപ്പൊ ലോണോ? ഇതിന് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്ത് നോക്കാം. ഇത് വി ആണ് വണ്ടി. വി ഓപ്ഷൻ വണ്ടിയാണ്. അതെ. അപ്പൊ നമുക്ക് മാക്സിമം ഫുൾ ഓൺ നമുക്ക് 7,50,000 ലോണും കിട്ടും. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി അലോയ വരിക, വീലിംഗ് ഒക്കെ അറിയാലോ. അത് കമ്പനി വരുന്ന തന്നെയാണ്. വേറെ ഉള്ളു ഇന്ത്യയിലൊക്കെ കാര്യങ്ങളൊക്കെ നീറ്റാണ്, പെർഫെക്റ്റ് ആണ്. അതെ. ഇപ്പൊ ഫൈനൽ റേറ്റ് 7,50,000 രൂപക്ക് വണ്ടി കൊടുക്കാം. ഇപ്പൊ ഒരുപാട് വണ്ടി കാണിച്ച് 55,000 രൂപ മുതൽ വണ്ടി കാണിച്ച്, ഇത് ലക്ഷങ്ങൾ വരെ വരുന്ന വണ്ടി കാണിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടുതലൊന്ന് കൂടുക. നിങ്ങൾ കൂടെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, നമ്മളെ ഫോളോവേഴ്സ് അങ്ങോട്ട് കയറുന്നില്ല, പക്ഷേ വ്യൂസ് നല്ല രീതിക്ക് കയറുന്നുണ്ട്.